ഹായ് എല്ലാവർക്കും പോളിടെക്നിക് അലേർട്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു അഡ്മിഷന് ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ഒരു കൗൺസിലിംഗ് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുത്തിട്ട് അഡ്മിഷൻ ലഭിച്ച ഒരുപാട് ആളുകളുണ്ടെന്ന് അറിയാം. അപ്പോൾ അതും കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. കാരണം റാങ്കൊക്കെ ഒരുപാട് പിന്നിലായി പോയതുകൊണ്ട് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടില്ലേ, പോളിയിൽ കയറണം അല്ലെങ്കിൽ പോളിടെക്നിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇതോടെ നിലച്ചോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു അവസരം കൂടെ ഇനി വരാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ പോളിടെക്നിക് കോളേജിലും നിങ്ങളുടെ ജില്ലയിലുള്ള പോളിടെക്നിക് കോളേജുകളായിട്ട് നിങ്ങൾ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ഒരു കോൺടാക്റ്റ് വെച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അഡ്മിഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഓരോരോ കോളേജിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കൗൺസിലിംഗ് നോഡൽ പോളിടെക്നിക് കോളേജിൽ കൗൺസിലിംഗ് വഴി ഒരുവിധം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള സീറ്റുകളെല്ലാം ഫില്ലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും ചില സീറ്റുകൾ ഫില്ലാവാത്തതുണ്ടായിരിക്കും. കാരണം ആരെങ്കിലുമൊക്കെ അഡ്മിഷൻ വേണ്ടാന്ന് പറഞ്ഞു പോയതോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലുമൊക്കെ ഒരു ഒന്നോ രണ്ടോ സീറ്റൊക്കെ നമ്മൾ ഈ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടും അവിടുന്നും ഓക്കെ സീറ്റ് കിട്ടിയാലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വേണ്ടാന്ന് വെച്ച സീറ്റുകളൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സീറ്റുകളൊക്കെ ഇപ്പോൾ ഫില്ലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ഇനി ആ അതത് കോളേജുകളുടെ ഉത്തരവാദിത്തപ്പെട്ട സാറന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതോറിറ്റി എന്ത് ചെയ്യും, ഞങ്ങളുടെ കോളേജിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സീറ്റുകൾ വേക്കൻസി ഉണ്ട്, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ സ്പോട്ട് അഡ്മിഷൻ വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ സീറ്റുകളിലേക്കൊക്കെ വിദ്യാർത്ഥികളെ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോളേജിൽ അവർ എന്ത് ചെയ്യും, സ്പോട്ട് അഡ്മിഷൻ സംഘടിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സമയക്രമം കാര്യങ്ങളൊക്കെ ഓരോ കോളേജ് ഓരോ ഡേറ്റിലായിരിക്കും വയ്ക്കുക. അപ്പോൾ ആ ഡേറ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് കോളേജ് തലത്തിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സീറ്റുകളുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഇനിയാണ് ഫില്ല് ചെയ്യാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളിലും ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് സീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് വിളിച്ച് അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾക്കറിയൂ. കാരണം നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ദൂരത്തിലുള്ള ആ ഒരു കോളേജുകളിൽ സീറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. ഇനി കോളേജ് തലത്തിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാൻ വല്ല മടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില കോളേജുകൾ ഒരുവിധം ഭൂരിഭാഗം കോളേജുകളിലൊക്കെ ഹെൽപ്പ് ഡെസ്കുകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നമ്പറുകൾ നിങ്ങൾ അവരുടെ കോളേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഇപ്പോൾ SFI KSU MSF പറയുന്ന പോലുള്ള സംഘടനകളുടെയൊക്കെ ആളുകൾ, ABVP പോലുള്ള സംഘടനകളുടെയൊക്കെ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ഹെൽപ്പ് ഡെസ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ നമ്പറുകൾ നിങ്ങൾക്ക് കിട്ടും. അവരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കോളേജിൽ ഇനി സ്പോട്ട് അഡ്മിഷൻ എന്നാണ്, ഏതൊക്കെ സീറ്റുകളാണ് ഫില്ലാവുന്നത്, അപ്പോൾ അവർ കോളേജ് തലത്തിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി സീറ്റുകൾ ലഭിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മിക്കവാറും സീറ്റുകളൊക്കെ ഫില്ലാവാൻ ഇനി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പൈസ കെട്ടി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറിയൊരു ഫണ്ടിങ് കുഴപ്പമില്ലാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് സീറ്റ് അഡ്മിഷൻ വാങ്ങാൻ പറ്റും. അല്ലാണ്ട് ഗവൺമെൻറ് കോളേജുകളിൽ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് കാര്യങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കോളേജ് തലത്തിലൊന്ന് അന്വേഷിച്ച് സ്പോട്ട് അഡ്മിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. സ്പോട്ട് അഡ്മിഷനിൽ നമുക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതൊക്കെ എനിക്ക് കിട്ടുമോ, സ്പോട്ട് അഡ്മിഷനിലൊക്കെ കുറച്ച് സീറ്റ് ഉണ്ടാവും, കിട്ടും, നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങൾ പോകുന്ന സമയത്ത് വേറെ ആരും ആ റാങ്കിൽ നിങ്ങളുടെ റാങ്കിനേക്കാളും താഴെയുള്ള ആളുകളൊക്കെയാണ് അവിടെ കോളേജിൽ അറ്റൻഡ് ചെയ്തതെന്നൊരു കണ്ടീഷനാണ് നിങ്ങൾക്കായിരിക്കും ആ സീറ്റ് കിട്ടുക. അപ്പം നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഒന്ന് ട്രൈ ചെയ്യുന്നതിന് പ്രശ്നമല്ലല്ലോ. കാരണം ഇനിയിപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ദിവസത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു അഡ്മിഷൻ്റെ സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. അതുപോലെ തന്നെ അടുത്ത മാസത്തോടു കൂടിയൊക്കെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. നെക്സ്റ്റ് മന്തോടു കൂടിയാണ് അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റ് കിട്ടാനൊരു ചാൻസും കൂടെ ഉണ്ട്. പിന്നെ അത് കണക്ക് തന്നെ ഇപ്പോൾ ഓൾറെഡി ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടിയ ആളുകളുടെ ഒരു സംശയം ഇനിയിപ്പോൾ കോളേജ് ചേഞ്ച് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം സാധാരണ രണ്ടാമത്തെയും നാലാമത്തെയും സെമസ്റ്ററിലാണ് നമുക്ക് കോളേജ് ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരം, ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു അവസരം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു സീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തേക്ക്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സീറ്റ് ഫില്ല് ചെയ്യാനുണ്ട്, സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ തന്നെ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തിനാണെങ്കിലും നിങ്ങൾക്ക് സീറ്റുകൾ അവൈലബിൾ ആണോ, എന്നാണോ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അവസരവും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോളേജ് ചേഞ്ച് ചെയ്യണം, ഈ കോളേജ് എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ഈ ഡ്രോപ്പ് ഔട്ട് ചെയ്യണം, എനിക്കിത് വേണ്ട, വേറെ എന്തെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നുള്ളൊരു മൈൻഡുള്ള ആളുകളൊക്കെ ആണെങ്കിൽ
നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ ചെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യം പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുഴുവൻ ഫീസ് അടയ്ക്കേണ്ടി വരില്ല, ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഫീസ് അടയ്ക്കേണ്ടി വരില്ല എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്താൽ നിങ്ങളിൽ നിന്ന് ഒരു 1000 രൂപയിൽ കൂടുതൽ പിടിച്ച് വെക്കാൻ പാടില്ല. ബാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം തരാൻ, ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു തരാം എന്നുള്ളതാണ് റൂള്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ആഗ്രഹം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഇത് ഒന്ന് ഊരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയിട്ട് കളയുന്ന ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്കോ ഏതിനേലൊക്കെ സീറ്റ് കിട്ടി അങ്ങനത്തെയൊക്കെ മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ അവസരങ്ങൾ കളയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേറെ കോളേജ് മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക വേറെ കോഴ്സ് ഏതെങ്കിലും എടുക്കണം, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിലീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടായിരിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേരുടെ സംശയങ്ങളാണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ആണെങ്കിലും സംശയങ്ങളാണ്. ഇതിപ്പോൾ വേണ്ടായിരുന്നില്ല. കാരണം ചേർന്ന് കഴിഞ്ഞ് ഒരുപാട് പേര് ചിലപ്പോൾ എന്താ പറയുക അതിൻ്റെ കുറച്ച് നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കെ പറയും. അപ്പോൾ ഒരു തീരുമാനത്തിൽ നമ്മളെത്തും, ഇത് വേണോ വേണ്ടയോ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചല്ലോ, അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലായാലോ എന്നൊക്കെ ഒരു പേടിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇന്ന് റിലീവ് ചെയ്യണമെങ്കിൽ ഇന്ന് റിലീവ് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പരമാവധി കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത് സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യം. നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് ചോദിച്ചു നോക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ വഴി. അപ്പോൾ നിങ്ങൾക്ക് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അഡ്മിഷന് ചേർന്ന ആളുകളാണെങ്കിലും, കോളേജിൽ ക്ലാസ്സുകൾ തുടങ്ങിയ ആളുകളാണെങ്കിലും, എക്സാംസ് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസ്, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ആവശ്യം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരമാവധി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എക്സാമിൻ്റെ ടൈമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് നോട്ട് ഏതിനെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് നോട്ടൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ പോളിടെക്നിക്കിൽ ഈ ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത്, ഇനി ആദ്യം അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, റിസൾട്ട്സ് ഒക്കെ വന്ന് ഇപ്പോഴാണ്, അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടിയില്ല ഇനി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ലേറ്റ് രജിസ്ട്രേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിഗ്രിയുടെ ഒക്കെ ലേറ്റ് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു പുതുതായിട്ട് കൊടുക്കുന്ന ആളുകൾക്ക്. അത് കണക്ക് നമ്മുടെ ഇതിലൊരു ലേറ്റ് രജിസ്ട്രേഷൻ വരുമോ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചാനൽ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് അഡ്മിഷൻ ഇപ്പോഴാണ് ശ്രമിച്ചു നോക്കുന്നത്. കാരണം കമൻസും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ അതുപോലുള്ളൊരു തീരുമാനം ഇനിയിപ്പോൾ വരുമോ എന്ന് അറിയത്തില്ല. എങ്കിലും വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അഡ്മിഷൻ ഇനിയിപ്പോൾ പുതുതായിട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് വരുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലായിട്ട് പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം, മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. താങ്ക് യു. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.